റീസെന്റ് ഞാൻ അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഷക്ഷുക്ക. കേൾക്കാനാണെങ്കിലും നല്ല ഗാംഭീര്യമുള്ള ഒരു പേരില്ലേ. എഗ് ലവേഴ്സ് വീഡിയോ എന്തായാലും കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സോ ലെറ്റ്സ് മേക്ക് ഷക്ഷുക്ക. ആദ്യം തന്നെ നമുക്ക് 2 കറക്കൊക്കെ കറക്കിയിട്ട് പാൻ വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഇല്ലായിട്ട് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി കറിവേപ്പിനയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തില്ല, എനിക്കത് വേണം തോന്നിയില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുനുകുനാന്നായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സവാളാണ് എടുത്തത്. ഞാൻ സവാള ഒന്ന് പെട്ടെന്ന് വാടാനും നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതൊരു 2-3 മിനിറ്റ്സ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നെക്സ്റ്റ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പേസ്റ്റ് പരുവത്തിലാണ് തക്കാളി ഇതാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പേസ്റ്റ് രൂപത്തിലാക്കുമ്പോഴാണ് കേട്ടോ. ഇനി അതിന്റെ പച്ചപ്പ് മാറിയതിനു ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തത്. മുളക് പൊടി നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ആഡ് ആക്കാത്തത് കൊണ്ട് മുളക് പൊടി ഇത്തിരി അധികമായിട്ട് യൂസ് ചെയ്തിക്കണം. ഇനി നമുക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് 2 കിണർ കുഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് 2 ആക്കുള്ളത് ആയതുകൊണ്ടാണ് ഞാനിത് 2 ആക്കിയത്. ശരിക്കും ഇത് ഉണ്ണി പൊട്ടാണ്ട് വേണം നമ്മൾ അതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാൻ. പക്ഷെ എൻ്റെ അതൊന്ന് പൊട്ടിപ്പോയി. ഇനി നമുക്ക് ആ എഗ്ഗിന്റെ മുകളിൽ കൂടി ഇത്തിരി ഉപ്പും അതേപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇത്തിരി ഡെക്കറേഷനും കൂടി വേണ്ടി ഇത്തിരി നമുക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് സിമ്മിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇത്ര പരുവത്തിലാവും. ഓവർ കുക്കായി പോവാതെ നോക്കണം. ഈ ഒരു പരുവായാൽ അടിപൊളിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിന്റെ ഒപ്പരോ പൊറാട്ടന്റെ ഒപ്പരോ ദോശന്റെ ഒപ്പരോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഷക്ഷുക്ക റെഡി. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.